ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി നടത്തിയത്. LP, UP, ഹൈസ്കൂൾ ഭാഗം കുട്ടികൾ, ഭക്തർ, രക്ഷിതാക്കൾ എന്നിവർക്കായിരുന്നു പ്രശ്നോത്തരി ഒരുക്കിയത്. റിട്ടയർഡ് ഡയറ്റ് സീനിയർ ലെക്ചറായിരുന്ന വിജയൻ V. പട്ടാമ്പി പ്രശ്നോത്തരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണത്തിലെ കഥാപാത്രങ്ങൾ, രാമായണത്തിലെ ഇതിവൃത്തം, രാമായണത്തിലെ ശ്രീരാമന്റെ ആ യാത്ര, രാമായണം ശ്രീരാമന്റെ യാത്രയാണ്, രാമന്റെ അയനമാണ്. ഏതൊക്കെ വഴിയിലൂടെയാണ് രാമൻ പോകുന്നത് എന്ന് വായിച്ച് മനസ്സിലാക്കുകയും ആ മാർഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി നേടുകയുമാണ് രാമായണ പരിചയത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് രാമായണം വായിച്ചാലുള്ള ഗുണം? രാമായണ കഥയെക്കുറിച്ച് ഇവിടെ അധികം പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ചോദ്യത്തിൽ വന്നു പോയതാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എന്തിന് രാമായണം വായിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ, നമുക്ക് സമയമില്ല. രാമായണം എന്തിനു വായിക്കണം? ദുഷ്ടവിനാശനം പാപമല്ലെന്നതും ഞാൻ രാമായണത്തിൻ്റെ രീതിയിൽ തന്നെ എഴുതിയേക്കണം. ദുഷ്ടവിനാശനം പാപമല്ലെന്നതും ശിഷ്ടരെ രക്ഷിക്ക വേണമെന്നുള്ളതും ശക്തിയെ കാണിച്ചു കാര്യങ്ങൾ നേടണം, അച്ഛന്റെ വാക്കുകൾ പാലിക്കുകയും വേണം. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാനേജർ രാമകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ മോഹൻദാസ്, KC ഗിരീഷ്, അഡ്വക്കേറ്റ് സിനി എന്നിവർ പങ്കെടുത്തു. നിരവധി പേർ പ്രശ്നോത്തരിയിൽ പങ്കെടുത്തു.